ഹലോ ഫ്രണ്ട്സ്, വിജയ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഇതിലേക്ക് സ്ഥിര വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിരിക്കും ഇതിലേക്ക് ജോലി നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്ലോമ, ഇനി അതോടൊപ്പം തന്നെ B.Tech കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസികളുണ്ട്. വിവിധ ട്രേഡുകൾ, വിവിധ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പോൾ അതെല്ലാം വിശദമായിട്ട് നമ്മൾ പറയും. അപ്പോൾ ഈ പറയുന്ന വിജയ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്തൊക്കെയാണ് അവിടെ മാനുഫാക്ചർ എന്ന് വെച്ചാൽ പവർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ കേബിൾ ആൻഡ് കണ്ടക്ടേഴ്സ്, മറ്റു ഇലക്ട്രിസിറ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എലിജിബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട്, എത്ര വേക്കൻസി ഉണ്ടെന്നെല്ലാം വിശദമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കി നമ്മൾ പറയുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം ചെയ്യാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ സൈറ്റ്. നിങ്ങൾക്ക് കൂടെ കാണാം, വിജയ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് നിങ്ങൾക്ക് കൂടെ കാണാം. അപ്പോൾ ഇതിൽ കാണാം ഇവിടെ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ. ഇപ്പോൾ ഇവിടെ ജോബ് കോഡ്, പിന്നെ പൊസിഷൻ, നമ്പർ ഓഫ് വേക്കൻസി, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഫ്രഷേഴ്സിനുള്ള വേക്കൻസി പരിചയപ്പെടുത്താം. അതിനുശേഷം നമുക്ക് എക്സ്പീരിയൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ജോബ് കോഡ് 20 നോക്കാം. അവിടെ നോക്കണം 20 ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 100 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ട്രേഡിൽ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഫ്രഷർ ആണ്. ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കുക, 100 വേക്കൻസി അതിലുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അധികം കാണിക്കാം. ഇതിന് അടുത്ത് വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്തത് ഇതിലേക്ക് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടോ. ഓക്കെ, ഇതിൽ ഇനി നമുക്ക് അടുത്തത് നമ്മൾ നോക്കുന്നത് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. അടുത്തത് ജോബ് ID വരുന്ന കോഡ് വരുന്നത് JD12 ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഡിപ്ലോമ എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലാണ് വിളിച്ചിരിക്കുന്നത്. 18 വേക്കൻസി ഇതിലുണ്ട്. ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 0 to 1 ഇയർ ആണ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% നമുക്ക് ആ ഒരു പാസ് മാർക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഈ കോഴ്സ് നമ്മൾ പൂർത്തിയായിരിക്കണം. അതായത് ഡിപ്ലോമ പൂർത്തിയായിരിക്കണം. അതായത് നമ്മൾ സപ്ലൈ അങ്ങനെയൊക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പേപ്പർ ബാക്ക് വന്ന് അങ്ങനെ എഴുതിയ ഉദ്യോഗാർത്ഥികളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട അപ്ലൈ ചെയ്യാൻ. ഇനി അടുത്തത് നിങ്ങൾക്ക് കാണാം ജോബ് ID 11 ആണ്. ഇതിലും കാണാം ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റാണ്. 150 വേക്കൻസി ഇതിൽ വിളിച്ചിട്ടുണ്ട്. B.Tech ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കൽ നിങ്ങൾ B.Tech കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 0 to 1 ഇയർ ആണ് എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നേടിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട വേക്കൻസി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. ഈ പറയുന്ന മിനിമം 10 മുതൽ 15 വർഷം, മിനിമം 5 വർഷം എക്സ്പീരിയൻസ്. ഓക്കെ, അത് നിങ്ങൾ നോക്കിയാൽ മതി. B.Tech വിവിധ സിവിൽ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 150 വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രിക്കൽ അപ്ലൈ ചെയ്യാൻ 10 വേക്കൻസി ഇതിലുണ്ട്. ഓക്കെ, 3 to 10 ഇയർ മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറയുന്ന B.Tech കഴിഞ്ഞവരാണെങ്കിൽ എഞ്ചിനീയർ സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് എലിജിബിൾ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി 8 വർഷം എക്സ്പീരിയൻസ് മിനിമം ആവശ്യമുള്ള ആ ഒരു B.Tech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇവർ ഡേറ്റോ ഈ പറയുന്ന നമ്മുടെ ഏജോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. കാരണം ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. അവർക്ക് ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നും ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നുണ്ടായിരിക്കില്ല. നമ്മൾ കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ സെലക്ട് ആവുന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലും അതുപോലെ ഇവരുടെ വിവിധ പ്രൊജക്റ്റുകളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ പ്രൊജക്റ്റിലും അബ്രോഡിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവരുടെ മെയിൽ ID ഉണ്ട്. വേണമെങ്കിൽ ഈ മെയിലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നല്ല വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റെസ്യൂമെ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. അതായത് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഡയറക്റ്റായിട്ട് ഈ മെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കാം. ഇനി അതല്ല രണ്ടും ചെയ്യണമെങ്കിൽ രണ്ടും ചെയ്ത് നോക്കൂട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് അങ്ങനെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ദെൻ നമ്മുടെ ലാസ്റ്റ് നെയിം, ദെൻ യുവർ ഇമെയിൽ അഡ്രസ്സ്, ദെൻ മൊബൈൽ നമ്പർ, ദെൻ ഏജ്. ഓക്കെ, ദെൻ നമ്മളിപ്പം എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, ഇനി അതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, നമുക്ക് എത്രയാണ് സാലറി എന്നുള്ള CTC. ദെൻ നമ്മൾ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള സെലക്ട് ചെയ്യുക. ദെൻ ഏതാണ് പോസ്റ്റ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യാം.
അപ്പോൾ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഒരു നമ്മൾ അപ്ഡേറ്റഡ് ആയുള്ള ഒരു റെസ്യൂം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്താൽ മതി. വളരെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കമൻറ്റൊക്കെ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, പിന്നെ നിങ്ങളോട് എല്ലാവരും പറയുന്നത് പ്രൈവറ്റ് കമ്പനികളുടേതൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ ചാനൽ ഇടാതെ വെച്ചാൽ നിങ്ങൾ എന്ത് ജോലിയുടെ കാര്യത്തിനാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും നിങ്ങൾ ക്യാഷ് കൊടുത്തുള്ള ഏർപ്പാടിലേക്കൊന്നും പോകരുത്. കാരണം അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ വൻ തട്ടിപ്പാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നല്ല നല്ല കമ്പനികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യും. അതിന് ഫീയോ കാര്യങ്ങളൊന്നും അങ്ങനെ ഈടാക്കില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.